So hello everyone, welcome back to the new video of Knowledge Hunter. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നോളജ് ഹണ്ടർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഞാൻ ഒരു സ്വാഗതം പറയുകയാണ്. ഒരു വട്ടം കൂടെ പറഞ്ഞു വെച്ചാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് 7ാം ക്ലാസ് BSലെ ചാപ്റ്റർ 3 മൂന്നാമത്തെ പാഠം ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി. ആ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ പാഠത്തിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഉറപ്പ് തരുവാണ്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു തരി നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല ഈ പാഠത്തിൽ നിന്ന്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ പാഠത്തിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പാഠത്തിൻ്റെ വീഡിയോ ഞങ്ങൾ ഓരോ പാർട്ടായിട്ട് എല്ലാ കണ്ടൻറ്റും ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരാം. ഓക്കെ, സോ കൂടുതൽ ഞാൻ പറയുന്നില്ല. പിന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നോളജ് ഹണ്ടർ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ ആണല്ലോ. പിന്നെ നിങ്ങളുടെ കാര്യമായ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. ഓക്കെ, സോ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പിക്ചർ ഓഫ് സം സർക്യൂട്ട് ആർ ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ 1, 2, 3 സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ആ സർക്യൂട്ടിന് നോക്കുക, കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. വൈ ദ ബൾബ് ഇൻ ദം ഡു നോട്ട് ഗ്ലോ. അപ്പോൾ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഈ 3 ബൾബും 3 സർക്യൂട്ടിലുള്ള ഈ ബൾബുകൾ പ്രകാശിക്കുന്നില്ല. എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ സെല്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. സെല്ല് കൊടുത്താൽ മാത്രം പോരാ ആ ബൾബ് കത്താൻ. സെല്ല് കൊടുത്താൽ മാത്രം പോരാ. നമ്മൾ എന്ത് ചെയ്യണം? ആ സർക്യൂട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കണം അല്ലേ. സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ അത് വർക്ക് ചെയ്യില്ല, അതേപോലെ ക്ലോസ്ഡ് ആണെങ്കിൽ വർക്ക് ചെയ്യും. ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടുത്തെ മിസ്റ്റേക്ക് നോക്കണം. ഇവിടുത്തെ മിസ്റ്റേക്ക് നോക്കുക. ഇവിടെ നമുക്കറിയാം ഈ വയർ, ഈ കണക്റ്റിംഗ് വയർ പൊട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 വയർ തമ്മിലൊരു കണക്ഷൻ ഇല്ല. നമുക്കറിയാം ഈ 2 വയർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടെങ്കിലേ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുള്ളൂ. ഇലക്ട്രിസിറ്റി പാസ് ചെയ്താലേ ബൾബ് കത്തത്തുള്ളൂ. അപ്പോൾ ഇവിടെ കണക്ഷൻ ഇല്ല. അതാണ് ഇവിടുത്തെ ബൾബ് കത്താത്തതിൻ്റെ കാരണം. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരിക. നെക്സ്റ്റ്, ഈ സർക്യൂട്ട് നോക്കടാ. ഈ സർക്യൂട്ടിൽ നോക്കടാ, ഇവിടുത്തെ ഈ സെല്ലുകൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഇല്ല. ഈ സെല്ലുകൾ തമ്മിൽ ഒരു സമ്പർക്കമില്ല. ഈ സെല്ലുകൾ തമ്മിലൊരു കണക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ ബൾബ് കത്താത്തത്. നമുക്കറിയാം സെല്ലുകൾ തമ്മിൽ കണക്റ്റ് ആയാൽ, സെല്ലുകൾ തമ്മിൽ ഒരുമിച്ച് യോജിപ്പിച്ച് കഴിഞ്ഞാലേ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുള്ളൂ. ഇലക്ട്രിസിറ്റി പാസ് ചെയ്താലേ ബൾബ് കത്തത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ നോക്കുക, ഇവിടെ ബൾബ് കത്തൂല. കാരണം എന്താ? ഇവിടെ സെല്ലുകൾ തമ്മിൽ പരസ്പരം ഒരു ബന്ധമില്ല, അല്ലെങ്കിൽ അവർ കോണ്ടാക്റ്റിൽ വരുന്നില്ല. ഓക്കെ, മൂന്നാമത്തെ സർക്യൂട്ട് നോക്കുക. മൂന്നാമത്തെ സർക്യൂട്ടിൽ ഈ കണക്റ്റിംഗ് വയറിൻ്റെ ഈ ഭാഗവും അതേപോലെ നമ്മളുടെ ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് ഭാഗം, ഇവർ തമ്മിലൊരു കണക്ഷൻ ഇല്ല. ഇവർ തമ്മിലൊരു കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. അതുകൊണ്ട് ഇവിടുത്തെ ബൾബും പ്രകാശിക്കില്ല. ഓക്കെ ആണല്ലോ? യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നിങ്ങൾക്ക് ഈ 3 സർക്യൂട്ടും കൃത്യമായിട്ട് വിശകലനം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. നമുക്ക് അടുത്ത് നോക്കാം. ദ സിംബൽ ഓഫ് ആൻ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഇൻസ്ട്രുമെന്റിന്റെ ഒരു സിംബൽ, ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്. അപ്പോൾ ഈ ഒരു സിംബൽ അല്ലെങ്കിൽ ഈ ഒരു ചിഹ്നം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം ഇങ്ങനെ കാണിച്ചാൽ എന്താണ് അതിൻ്റെ മീനിങ്? ഇങ്ങനെ കാണിച്ചാൽ അത് ബസറാണ്. ഓക്കെ, എന്താണ്? ബസറാണ്. നമ്മുടെ ആ ചാപ്റ്ററിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കാണിച്ചാൽ എന്താർത്ഥം? ദാറ്റ് ഈസ് ബസർ. ബസറാണ് കേട്ടോ, ബസറാണ്. ഓക്കെ ആണല്ലോ. സോ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എക്സാമിൻ ദ ഗിവൺ ഇല്ലുസ്ട്രേഷൻസ്. അപ്പോൾ ഇവിടെ 1, ഇവിടെ 2, AB, ഇങ്ങനെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങൾ എന്ത് ചെയ്യാം? നിരീക്ഷിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ A ആൻഡ് B. ഈ എയും ബിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാ നമുക്കറിയാം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലാണ് അല്ലേ. എ എന്ന് പറയുമ്പോൾ സെല്ലാണ്. എ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് സെല്ല്. ഓക്കെ, അതായത് സെല്ലാണ്. പക്ഷെ ബി എന്ന് പറഞ്ഞാൽ സെല്ലല്ല, ഒന്നിലധികം സെല്ലുകൾ ചേർന്നതാണ് അല്ലേ. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ്, ഇതൊരു സെല്ല്, ഇത് രണ്ടാമത്തെ സെല്ല്, 2 സെല്ല്, ഒന്നിലധികം സെല്ലുകൾ ചേർന്നതാണ്. അപ്പോൾ അതിനെ നമ്മൾ ബാറ്ററി എന്നാണ് പറയാം അല്ലേ. ബാറ്ററി, ഒന്നിലധികം സെല്ല് ചേർന്നാൽ അത് ബാറ്ററിയാണ്. ഓക്കെ, അപ്പോൾ സെല്ല് ബാറ്ററിയാണ് കേട്ടോ. എ എന്ന് പറയുമ്പോൾ സെല്ലാണ്, ബി എന്ന് പറഞ്ഞാൽ ബാറ്ററിയാണ്. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദ ഡയഗ്രാം ഓഫ് എ ക്ലോസ്ഡ് സർക്യൂട്ട് യൂസിങ് കണ്ടക്റ്റിംഗ് വയർ, സ്വിച്ച്, ബൾബ് ആൻഡ് സെല്ല്. അപ്പോൾ ഈ 4 കമ്പണന്റ് ഉപയോഗിച്ചിട്ട്
ഒരു ഡയഗ്രാം, ഒരു സർക്യൂട്ട്, ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നേരെ വരയ്ക്കാം. അപ്പോൾ നമുക്ക് കണക്റ്റിംഗ് വയർ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കണക്റ്റിംഗ് വയർ വരയ്ക്കാം. അപ്പോൾ ആദ്യം ഒരു കണക്റ്റിംഗ് വയർ വരയ്ക്കുന്നത് അതുപോലെ പോയിട്ട് ഒരു കണക്റ്റിംഗ് വയർ. പിന്നെ ഒരു ബൾബ് വരയ്ക്കണം നമുക്ക്. ഒരു ബൾബ് നമുക്കറിയാം, ഒരു സർക്കിൾ ഇട്ടിട്ട് ഒരു കൃത്യമായിട്ട് സർക്കിൾ അല്ല കേട്ടോ. നിങ്ങൾ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് വരയ്ക്കാം കേട്ടോ. ഞാൻ കൃത്യമായിട്ടല്ല, ഇതുപോലെ ഒരു സർക്കിൾ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ സർക്കിളിന് ഒരു എക്സ് മാർക്ക് കൊടുക്കുക. അതേപോലെ ഒരു എക്സ് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ ബൾബായി. പിന്നെ നമുക്ക് ഒരു സ്വിച്ച് വരയ്ക്കണം അല്ലേ മക്കളെ? നോക്കടാ, അത് ക്ലോസ്ഡ് സർക്യൂട്ടാണ് അല്ലേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ ക്ലോസ്ഡ് ആയിരിക്കണം. ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, ക്ലോസ്ഡ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്വിച്ച് ഓൺ ആയിരിക്കണം. സ്വിച്ച് ഓൺ പൊസിഷനിലായിരിക്കണം. അപ്പോൾ നമുക്ക് സ്വിച്ച് ഓൺ ആയ രീതി വരയ്ക്കാം. അപ്പോൾ സ്വിച്ച് ഓൺ ആയ രീതിയിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോയി സ്വിച്ച് ഓൺ ആക്കണം അല്ലേ? അപ്പോൾ ഇങ്ങനെ വരച്ചു അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ സ്വിച്ച്. ഇനി നമുക്കൊരു സെല്ലും കൂടെ വരയ്ക്കണം അല്ലേ? സെല്ലും കൂടെ വരയ്ക്കാം. അപ്പോൾ സ്വിച്ചായി. ഇനി ഒരു സെല്ലെന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ്, ഒരു നെഗറ്റീവ്. ഓക്കെ, ഇത്രയും മതി. റെഡി? അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരെ. ഓക്കെ, ഇപ്പം എന്തൊക്കെയായി? കണ്ടക്റ്റിംഗ് വയർ ആയിട്ടുണ്ട്. അതേപോലെ ബൾബ്, ഇത് ബൾബാണ് കേട്ടോ, ബൾബ്. പിന്നെ മക്കൾ ചെറിയൊരു കാര്യം കൂടെ വരയ്ക്കാനുണ്ട്. അതായത് നമുക്കറിയാം ഇവിടെ സ്വിച്ച് ഓൺ ആണ്, അതേപോലെ സെല്ലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ബൾബ് പ്രകാശിക്കും അല്ലേ? അപ്പോൾ ഈ ബൾബ് പ്രകാശിക്കും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ മേലെ, ബൾബിൻ്റെ മേലെ ഇതുപോലെ ചെറിയ ചെറിയ വരകൾ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ടോ? ഓക്കെ, അതും കൂടെ ഒന്ന് വിട്ടു പോകരുത്, കൃത്യമായിട്ടൊന്ന് വരച്ചു പഠിക്കുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു ക്ലോസ്ഡ് സർക്യൂട്ട് വരയ്ക്കുക. പ്രശ്നമില്ലല്ലോ? ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എക്സാമിൻ ദ ഫോളോയിങ് സർക്യൂട്ട് ആൻഡ് ദെൻ റൈറ്റ് ദ ആൻസർ ഫോർ ദ ഗിവൺ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സർക്യൂട്ട് കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ട് എ ബി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് മിസ്റ്റേക്ക് ക്യാൻ യു ഫൈൻഡ് ഇൻ ദ സർക്യൂട്ട്? അപ്പോൾ ഈ സർക്യൂട്ടിൽ എന്താണ് ഈ സർക്യൂട്ടിലുള്ള മിസ്റ്റേക്ക് ഞാൻ ചോദിച്ചിട്ടുള്ളത്? നമുക്കറിയാം ഇവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്വിച്ച് ഓഫ് ആണ്. മക്കളെ നമുക്കറിയാം ഒരു സ്വിച്ച് ഓൺ പൊസിഷനിൽ ആണെങ്കിൽ മാത്രമേ അവിടെ ബൾബ് പ്രകാശിക്കുള്ളൂ. സ്വിച്ച് ഓൺ ആണെങ്കിൽ മാത്രമേ ബൾബ് പ്രകാശിക്കുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ സ്വിച്ച് ഓഫ് ആണ്, എന്നിട്ട് ഇവിടെ ബൾബ് കത്തി. അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. മനസ്സിലായല്ലോ? സ്വിച്ച് ഓഫ് പൊസിഷനിലായിട്ടും ഇവിടുത്തെ ബൾബ് പ്രകാശിക്കുന്നു, ബൾബ് കത്തുന്നു. അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. മനസ്സിലായല്ലോ? ശരിക്കും ഇവിടെ ഈ ബൾബ് പ്രകാശിക്കാൻ പാടുണ്ടോ? പ്രകാശിക്കാൻ പാടില്ല. ബൾബ് ഇവിടെ പ്രകാശിക്കേണ്ടതാണ്. ഓക്കെ, പക്ഷെ അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. ഓക്കെ അല്ലേ? യെസ്. വാട്ട് ഡസ് ദ ഡിജിറ്റ് 1 ഷോസ്? അപ്പോൾ ഇവിടെ 1 എന്ന് പറഞ്ഞ അക്കം ഉണ്ട്. ആ 1 എന്ന് പറഞ്ഞ അക്കം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ചോദിച്ചിട്ടുള്ളത്? 1 എന്ന് പറഞ്ഞ അക്കം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മക്കളെ നമുക്കറിയാം 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, പോസിറ്റീവ് നെഗറ്റീവ്, ഒന്നിലധികം സെല്ലുകളുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? അത് ബാറ്ററി ആയിരിക്കും കേട്ടോ. അപ്പോൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയാണ്. ഓക്കെ, ബാറ്ററി. പ്രശ്നമില്ലല്ലോ? പ്രശ്നമില്ല അല്ലേ? ബാറ്ററിയാണ്. ഇത്രയല്ലേ ക്വസ്റ്റ്യൻസ് ഉള്ളൂ? യെസ്. അപ്പോൾ എ ചോദ്യത്തിൻ്റെ ആൻസറുമായി, ബി ചോദ്യത്തിൻ്റെ ആൻസറുമായി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എ സർക്യൂട്ട് ഈസ് മെയ്ഡ് യൂസിങ് ടോർച്ച് സെൽ, ഇൻസുലേറ്റഡ് കോപ്പർ വയർ ആൻഡ് LED മൊഡ്യൂൾ. ദ കോപ്പർ വയർ ഈസ് ഷോർട്ടർ ദാൻ, ഇവിടെ ഷോർട്ടർ എന്ന് കേട്ടോ മക്കളെ, ഇവിടെ ഷോർട്ടർ എന്നുണ്ട്, ഷോർട്ടർ. ഓക്കെ, ഷോർട്ടർ എന്നാണ്, ഷോർട്ടർ ദാൻ റിക്വയർഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ക്യാൻ ബി യൂസ്ഡ് ടു കംപ്ലീറ്റ് ദ സർക്യൂട്ട്? അപ്പോൾ ഒരു സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ടിൽ ഒരു കോപ്പർ വയർ, ഒരു കണക്റ്റിംഗ് വയർ ഉണ്ട്. ആ കണക്റ്റിംഗ് വയർ ചെറുതാണ്. കോപ്പർ വയർ എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് വയർ തന്നെയാണ്. അപ്പോൾ ആ കോപ്പർ വയർ ചെറുതാണ്. ആ സർക്യൂട്ട് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഷോർട്ടാണ്, വളരെ ചെറുതാണ്. എന്നിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതിൽ ഏതാണ് നമുക്ക് ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കുറച്ച് സാധനങ്ങൾ, പിന്ന്, കോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെ സാധനങ്ങളാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? എന്തിന്? ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യണം. അതായത് ആ കോപ്പർ വയർ ചെറുതാണ്. ആ കോപ്പർ വയർ ചെറുതായതുകൊണ്ട് തന്നെ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ ഉള്ള ആരൊക്കെ ഉപയോഗിക്കാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അവിടെ ആ കോപ്പർ വയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ തന്നിട്ടുള്ളവയിൽ നിന്നും ഒരു ഇൻസുലേറ്ററിനെയാണോ ഒരു കണ്ടക്ടറിനെയാണോ ചൂസ് ചെയ്യേണ്ടത്? കണ്ടക്ടറിനെയാണ്. കാരണം നമുക്കറിയാം ആ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെയുള്ള ആ ഒരു LED വർക്ക് ചെയ്യത്തുള്ളൂ. അവിടെ നിങ്ങൾക്ക് കാണാം LED ഉണ്ട്.
ആ LED വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടക്ടറാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ ഈ തന്നിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഉള്ള കണ്ടക്ടറുകൾ ഉണ്ടെങ്കിൽ ആ കണ്ടക്ടറാണ് നമുക്ക് ആ കോപ്പർ വയറിൻ്റെ കൂടെ ചേർക്കേണ്ടത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ഈ തന്നിട്ടുള്ളവയിൽ കണ്ടക്ടർ ആരൊക്കെ നോക്കാം. അപ്പോൾ പിന്ന് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി പിന്ന്, നിങ്ങൾക്കറിയാം സേഫ്റ്റി പിന്ന് കണ്ടക്ടറാണോ? യെസ്, സേഫ്റ്റി പിന്നിലൂടെ കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ അവനെന്താ? കണ്ടക്ടറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പിന്ന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്ന് ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കോയിൻ എന്ന് പറഞ്ഞാൽ നാണയമാണ്. നാണയം നമുക്ക് ഉപയോഗിക്കാം, കാരണം നാണയത്തിലൂടെ ഇലക്ട്രിസിറ്റി പോകും. അപ്പോൾ കോയിന് നമുക്ക് യൂസ് ചെയ്യാം. വുഡൻ പീസ്, മരക്കഷ്ണമോ പറ്റൂല, കാരണം മരക്കഷ്ണത്തിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ആ സർക്യൂട്ടിൽ ചേർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ കോപ്പർ വയറിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ അത് പറ്റില്ല. പിന്നെ എന്താ? വെറ്റ് പേപ്പർ, നനഞ്ഞ പേപ്പർ. നമുക്കറിയാം നനഞ്ഞ പേപ്പർ ആകുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്, വെള്ളത്തിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അപ്പോൾ നനഞ്ഞ പേപ്പർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പെൻസിലിൻ്റെ ഗ്രാഫൈറ്റ്, നമുക്കറിയാം പെൻസിലിൻ്റെ ലെഡ് ഇല്ലടാ, അതാണ് ഗ്രാഫൈറ്റ്. അപ്പോൾ പെൻസിലിൻ്റെ ഗ്രാഫൈറ്റിലൂടെയും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും, അപ്പോൾ അതും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്ലാസ്റ്റിക് ബാങ്കിൾ, പ്ലാസ്റ്റിക്കിലൂടെ ഏതായാലും ഇലക്ട്രിസിറ്റി പോകില്ല, അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുള്ളൂ, അല്ലേ? പക്ഷേ ചെറിയൊരു ലോജിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ആരൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? പിന്നിനെ യൂസ് ചെയ്യാം, കോയിനെ യൂസ് ചെയ്യാം, വെറ്റ് പേപ്പർ, നനഞ്ഞ പേപ്പർ യൂസ് ചെയ്യാം, പെൻസിലിൻ്റെ ഗ്രാഫൈറ്റും യൂസ് ചെയ്യാം. ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ അല്ലേടാ? സിമ്പിളാണ്. നിൽക്കുക ബി ചോദ്യം നോക്കുക. ഇവിടെ ബി ആട്ടോ, സോറി ബി ആണ്. ബി ഇവിടെ സി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ കുറച്ച് 1, ഇവിടെ 2, ഇവിടെ 3, 4 ഇൻസ്ട്രുമെൻ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. ഡിഡ് യു നോട്ടീസ് ദിസ് പിക്ചർ? അപ്പോൾ ഈ ചിത്രങ്ങൾ നിങ്ങൾ നോക്കിയില്ല എന്ന് വെച്ചു. പിന്നെ നോക്കി, ഒരു പ്രശ്നമില്ല, നോക്കി. ഡ്രോ എ ക്ലോസ്ഡ് സർക്യൂട്ട് യൂസിങ് ദെയർ സിമ്പിൾ. അപ്പോൾ ഇവിടെയുള്ള ഈ 4 സാധനങ്ങളുടെയും സിമ്പിൾ ഉപയോഗിച്ചിട്ട് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വരയ്ക്കാം, അല്ലേ? ഇവിടെ ആരൊക്കെ ഉണ്ട് അതാദ്യം പറയാം. നിങ്ങൾ ബൾബ് ഉണ്ട് ആദ്യം. അപ്പോൾ ഞാൻ ഒന്ന് എഴുതാം. ഇവിടെ ആരുണ്ട്? ഒന്ന് ബൾബ് ഉണ്ട്. അയ്യോ, ഒന്ന് ബൾബിന് ഡി ആയിപ്പോൾ. യെസ്, ബൾബ്. ഓക്കെ, ബി, ഇത് ബി ആട്ടോ മക്കളെ, ബി. ബൾബ് ഉണ്ട്. പിന്നെ ആരുണ്ട്? യെസ്, ബാറ്ററി ഉണ്ട്, അല്ലേ? അപ്പോൾ ബാറ്ററി ഉണ്ട്. പിന്നെ ആരാളുള്ളത്? പിന്നെ കണ്ടക്റ്റിംഗ് വയർ അല്ലെങ്കിൽ കണക്റ്റിംഗ് വയർ. ഓക്കെ, കണ്ടക്റ്റിംഗ് വയർ അല്ലെങ്കിൽ കണക്റ്റിംഗ് വയർ. ഓക്കെ, പിന്നെ ആരുണ്ട്? സ്വിച്ചും ഉണ്ട്, അല്ലേ? യെസ്, സ്വിച്ചും ഉണ്ട്. അപ്പോൾ ഇത്രയും ആളുകളാണ് നമുക്ക് ചിത്രത്തിൽ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവരെ വെച്ചിട്ട് വേണം നമ്മൾ ഒരു സർക്യൂട്ട്, ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് വരയ്ക്കാൻ. അപ്പോൾ ക്ലോസ്ഡ് സർക്യൂട്ട് വരയ്ക്കുന്നത് കൃത്യമാണ്, ശ്രദ്ധിച്ചോ. അപ്പോൾ ആദ്യം നമുക്ക് കണക്റ്റിംഗ് വയർ വരയ്ക്കാം. അപ്പോൾ ആദ്യം ഞാൻ കണക്റ്റിംഗ് വയർ വരയ്ക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ കണക്റ്റിംഗ് വയർ ആദ്യം വരയ്ക്കുന്നു. കണക്റ്റിംഗ് വയർ, അയ്യോ ഇത് വളഞ്ഞു പോയോ. ആദ്യം ഒരു കണക്റ്റിംഗ് വയർ ഇങ്ങനെ കൃത്യമായിട്ട് വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ബൾബ് ചേർക്കണം. അപ്പോൾ ബൾബ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ബൾബ് വരയ്ക്കും. ഇങ്ങനെ വരച്ചു ഒരു എക്സ് ഇടുക. ഓക്കെ, ഒരു എക്സ് ഇട്ടു. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് വരയ്ക്കണം? ഇനി നമുക്ക് അപ്പോൾ എന്തായി? കണക്റ്റിംഗ് വയർ വരച്ചു, പിന്നെ ബൾബ് വരച്ചു. ഇനി അടുത്തത് നമുക്കൊരു സ്വിച്ച് വരയ്ക്കാം, അല്ലേ? അപ്പോൾ സ്വിച്ച് വരയ്ക്കാൻ പോവാണ്. സ്വിച്ച് ഞാൻ അടിയിൽ വരയ്ക്കാം കേട്ടോ. അപ്പോൾ സ്വിച്ച് ഞാൻ അടിയിൽ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഒരു സ്വിച്ച് വരയ്ക്കുകയാണ്. നമുക്കറിയാം ക്ലോസ്ഡ് സർക്യൂട്ട് ആണ് കേട്ടോ, അതും കൂടി ശ്രദ്ധിക്കണേ. ചിത്രം നമുക്ക് ക്ലോസ്ഡ് സർക്യൂട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ സ്വിച്ച് ഓൺ ആയിരിക്കണം, അല്ലേ? സ്വിച്ച് ഓൺ ആയിരിക്കണം. അപ്പോൾ സ്വിച്ച് ഓൺ ആയിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരച്ചതാ, ഇങ്ങനെ വരച്ചാൽ അതിൻ്റെ അർത്ഥം സ്വിച്ച് ഓൺ ആണെന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? സ്വിച്ച് ഓൺ ആണ്. പ്രശ്നമില്ലല്ലോ? പ്രശ്നമില്ല. ഇനി നമുക്ക് ബാറ്ററി വരയ്ക്കണം. അപ്പോൾ ബാറ്ററി വരയ്ക്കാൻ പോവാണ്. ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ? ഒന്നിലധികം സെല്ല് വേണം. അപ്പോൾ അങ്ങനെ വരച്ചു കൊടുക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ക്ലോസ്ഡ് സർക്യൂട്ടായി. ഓക്കെ, അപ്പോൾ പിന്നെ നോക്കടാ, ഇവിടെ സ്വിച്ച് ഓൺ ആണ്, അതേപോലെ ബാറ്ററി ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ബൾബ് എന്ത് ചെയ്യും? പ്രകാശിക്കും. അപ്പോൾ ബൾബ് പ്രകാശിക്കുന്നത് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വരച്ചു കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സി ക്വസ്റ്റ്യൻ ആൻസർ ആണ്ടത്, ഇത് സി ചോദ്യത്തിൻ്റെ ആൻസർ ആണ്ടോ? സി ചോദ്യത്തിൻ്റെ ആൻസർ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? സോ ഇനി അടുത്ത സി ചോദ്യം കൂടെ നമുക്കൊന്ന് ചെയ്യാനുണ്ട്. സി ചോദ്യം ശ്രദ്ധിക്കാം. വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് ലൈന്? നമുക്കറിയാം നമ്മളുടെ വീട്ടിലേക്കൊക്കെ ഇലക്ട്രിക് ലൈന് വരുന്നുണ്ട്. പോസ്റ്റിൽ നിന്ന് നമ്മളുടെ വീട്ടിലേക്ക് ഒരു കമ്പി വരുന്നുണ്ട്. ഇലക്ട്രിസിറ്റി നമ്മളുടെ വീട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്.
ആ ലൈനിൽ ഉപയോഗിക്കുന്ന മെറ്റൽ ഏത് ലോഹമാണ് നമ്മൾ ഇലക്ട്രിക് ലൈന് നമ്മളുടെ വൈദ്യുത ലൈനിൽ ഉപയോഗിക്കുന്നതാണ്? അലൂമിനിയം ആണോ, കോപ്പർ ആണോ, അയൺ ആണോ, സ്റ്റീൽ ആണോ? നമ്മൾ പറഞ്ഞു ഏതാ? അലൂമിനിയം ആണ് കേട്ടോ. അലൂമിനിയം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോപ്പർ എവിടെയാണ് യൂസ് ചെയ്യുക? കോപ്പർ നമ്മളുടെ ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ഹൗസ് വീടുകളിലാണ് നമ്മൾ യൂസ് ചെയ്യാറ് കോപ്പർ കേട്ടോ. വീടുകളിൽ വയറിങ്ങിന് വേണ്ടി നമ്മൾ കോപ്പർ യൂസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇലക്ട്രിക് ലൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാ? ഇലക്ട്രിക് ലൈനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽ അലൂമിനിയം ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിൻ ദ സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഇവിടെ ഒരു സർക്യൂട്ട്, പിന്നെയും സർക്യൂട്ടുകൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് സർക്യൂട്ട് ബേസ്ഡ് ആയിട്ട് സർക്യൂട്ട് ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കണം. സർക്യൂട്ട് നോക്കാം. എന്നിട്ട് നമ്മുടെ സർക്യൂട്ട് കണ്ടു അല്ലേ, ഇതാണ് സർക്യൂട്ട്. യെസ്. എന്നിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വാട്ട് ടൈപ്പ് ഓഫ് സർക്യൂട്ട് ഈസ് ദിസ്? അപ്പോൾ ഇത് ഏത് തരം സർക്യൂട്ടാണ് മക്കളെ? നോക്കട്ടെ, ഇവിടെ സ്വിച്ച് നിങ്ങൾ നോക്കണം. സ്വിച്ച് ഇവിടെ ഓൺ ആണ്. സ്വിച്ച് ഇവിടെ ഓൺ ആണ്. സ്വിച്ച് ഓൺ ആണെന്നുണ്ടെങ്കിൽ മക്കൾ മനസ്സിലാക്കി വെച്ചോളൂ, അതൊരു ഓപ്പൺ അല്ല, ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കും കേട്ടോ. ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, അടഞ്ഞ സർക്യൂട്ട്, ക്ലോസ്ഡ് സർക്യൂട്ട്. ഓക്കെ, ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ക്ലോസ്ഡ് സർക്യൂട്ട് ആണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു. ഇനി അതിൻ്റെ കാരണം കൂടെ വിശദീകരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പറയണം എന്താ? ദ സ്വിച്ച് ഈസ് ഇൻ ഓൺ പൊസിഷൻ. സ്വിച്ച് ഓൺ പൊസിഷനിലാണ്. മാത്രമല്ല ഇവിടുത്തെ ബൾബ് പ്രകാശിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്, ഒരു അടഞ്ഞ സർക്യൂട്ടാണ്. നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലോസ്ഡ് സർക്യൂട്ട് ആൻഡ് ആൻ ഓപ്പൺ സർക്യൂട്ട്? ക്ലോസ്ഡ് സർക്യൂട്ടും ഓപ്പൺ സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്കറിയാം, ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിരിക്കും. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ആ സർക്യൂട്ട് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിരിക്കും, കംപ്ലീറ്റ് ആയിരിക്കും. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ പൂർണ്ണമാവില്ല, അതായത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കഴിഞ്ഞു വരാത്ത? ഓക്കെ, യെസ്. The bulb in the circuit does not glow. Why? അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഒരു സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ടിൽ ബൾബ് കത്തുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ട്, ബൾബ് കത്തുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചിട്ടുള്ളത്? നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കാം. സ്വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ സ്വിച്ച് ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല. നമുക്കറിയാം, ഒരു ബൾബ് പ്രകാശിക്കണം എന്നുണ്ടെങ്കിൽ സ്വിച്ച് വേണമെന്നൊരു നിർബന്ധമല്ല അല്ലേ. സ്വിച്ച് ഇല്ലാതെയും ഒരു ബൾബ് പ്രകാശിക്കും. അപ്പോൾ അതല്ല. സെൽസ് ഹാവ് ലോ ചാർജ്. സെല്ലിന് ചാർജ് കുറവായതുകൊണ്ടാണോ? അല്ല. സെല്ലുകൾക്ക് ചാർജ് കുറവാണെങ്കിലും ആ ചാർജിലെങ്കിലും അത് പ്രകാശിക്കും. അപ്പോൾ അതുകൊണ്ടല്ല, സെല്ലുകൾക്ക് ചാർജ് കുറവായതുകൊണ്ടല്ല. പിന്നെ എന്താ? സെൽ ആർ നോട്ട് അറേഞ്ച്ഡ് പ്രോപ്പർലി. സെല്ലുകൾ ഇവിടെ നോക്കുക, ഇതാണ് സെല്ലുകൾ. ഈ സെല്ലുകൾ കൃത്യമായിട്ടാണോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? അല്ല. ഈ പോയിന്റ് പഠന മക്കൾ നോക്കുക, ഇവിടെയുള്ള ഈ ഒരു പോയിന്റും നോക്കണം. ഈ രണ്ട് എൻഡ് ഒരുമിച്ച് നമ്മൾ കണക്ട് ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. സോ അതാണ് എന്താ? സെൽസ് ആർ നോട്ട് അറേഞ്ച്ഡ് പ്രോപ്പർലി. സെല്ല് കൃത്യമായിട്ടല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ബൾബ് കത്താത്തത്. സോ സി ഇസ് ദ റൈറ്റ് ആൻസർ. എന്തോ ഇങ്ങനെ. സോ സി ഇസ് ദ റൈറ്റ് ആൻസർ. സി അല്ലേ? സി ഇസ് ദ റൈറ്റ് ആൻസർ കേട്ടോ. സോ സി ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ. ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല. സെല്ലുകൾ ഇവിടെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ ബൾബ് പ്രകാശിക്കാത്തത്. പിന്നെ ബൾബ് യൂസ്ഡ് മേ ബി ഫ്യൂസ്ഡ് അല്ല, ബൾബ് ഫ്യൂസ്ഡ് അല്ല അല്ലേ, അതുകൊണ്ട് കേട്ടോ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്ലെയിൻസ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൽ ആൻഡ് ബാറ്ററി? സെല്ലും ബാറ്ററിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ സൂചിപ്പിക്കുന്ന ആ ഒരു സെൻറ്റൻസ് ഏതാണോ നോക്കാം. ഏതാ? ബാറ്ററി ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സെൽ. അപ്പോൾ അതാണ് അല്ലേ? യെസ്. വേറെ ബാക്കിയുള്ള ഓപ്ഷൻസ് വേണമെങ്കിൽ വായിച്ചു നോക്കാം. സെൽ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ ബാറ്ററി. ഒന്നിലധികം ബാറ്ററി ചേർന്നാലാണ് സെല്ല് കിട്ടുക. അപ്പോൾ അത് തെറ്റാ അല്ലേ? സെൽ ഈസ് വൺ ഓഫ് ദ ഗ്രൂപ്പ്സ് ഓഫ് ബാറ്ററി. ബാറ്ററിയുടെ ഒരു ഗ്രൂപ്പാണ് സെല്ല്. തെറ്റാ അല്ലേ? ഓക്കെ. ബാറ്ററി ഈസ് വൺ ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് സെല്ല്. ഓക്കെ, തെറ്റാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? എ ആണ്. ബാറ്ററി ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സെല്ല്. ഒന്നിലധികം സെല്ലുകൾ ചേർന്നാലാണ് ബാറ്ററി കിട്ടുക. സോ എ ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി അല്ലേ? നെക്സ്റ്റ്, ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ്, എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ് കേട്ടോ. വാട്ട് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ നമ്പർ ഓഫ് സ്റ്റാർ ഓൺ ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ്? നിങ്ങളുടെ വീട്ടിലുള്ള ഫ്രിഡ്ജിൻ്റെ മേലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു
ഇലക്ട്രിക് ഡിവൈസിൻ്റെ മേലെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ത് ഇതാ ഈ സ്റ്റാർ നക്ഷത്രങ്ങൾ അതുപോലത്തെ സ്റ്റാറുകൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ആ സ്റ്റാറിൻ്റെ എണ്ണം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അപ്പോൾ സ്റ്റാർ ഉണ്ടെങ്കിൽ 5 സ്റ്റാർ 4 സ്റ്റാർ എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സ്റ്റാർ എന്തിനാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാർ എന്തിനാണ് കൊടുക്കുന്നത്? എന്തിനാ? ആ സ്റ്റാറിൻ്റെ എണ്ണം സൂചിപ്പിക്കുന്നത് അതിൻ്റെ എനർജി എഫിഷ്യൻസിയാണ്. അത് എത്രമാത്രം ഊർജ്ജം ഉപയോഗിക്കുന്നു എന്നതിനെ സൂചിപ്പിച്ചിരിക്കും കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പഠിക്കണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ മക്കളെ, പഠിക്കണമെന്നില്ല. ഓക്കെ, ഇതിൻ്റെ ആൻസർ ബി ആണ്. എനർജി എഫിഷ്യൻസിയാണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ്, ഇപ്പോൾ വെറുതെ ഒന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. ഓക്കെ ഓക്കെ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില്ല കേട്ടോ. ഓക്കെ, ബാറ്ററി മീൻസ്, ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെല്ലാണോ? അല്ല. ഒരു സെല്ലല്ല. 2 സെല്ലാണോ? അല്ല. 2 സെല്ല് ചേർന്ന ബാറ്ററി എന്നല്ല പറയാ. എന്താ പറയാ? യെസ്, മോർ ദാൻ 1 സെല്ല്. അങ്ങനെ വേണം പറയാൻ. 2 സെല്ല് എന്ന് പറയാൻ പാടില്ല. ഒന്നിലധികം സെല്ലുകൾ ചേർന്നാൽ അതിന് ബാറ്ററി എന്ന് പറയാം. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. സിലിണ്ടറിക്കൽ സെല്ല് അതല്ല. നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ കമ്പണന്റ് നോട്ട് നെസസറി ഫോർ ദ കംപ്ലീഷൻ ഓഫ് എ സർക്യൂട്ട്. ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ നിർബന്ധമില്ലാത്ത കാര്യം എന്താണ്? നിർബന്ധമില്ലാത്ത സാധനം എന്താ? ഫ്യൂസ് ആണോ, സ്വിച്ച് ആണോ, കണ്ടക്ടിങ് വയർ ആണോ, എ ആൻഡ് ബി ആണോ, എയും ബി ആണോ? ഏതാ? യെസ്, ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവാൻ ഫ്യൂസിൻ്റെ ആവശ്യമില്ല. ഫ്യൂസ് വേണ്ട, സ്വിച്ച് വേണം, അതേപോലെ കണ്ടക്ടിങ് വയറും വേണം. പക്ഷെ ഇവിടെ ആര് വേണ്ട? സ്വിച്ച് വേണ്ട. സോ സ്വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ കേട്ടോ. സ്വിച്ച് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരിക. സോറി ഫ്യൂസ് കേട്ടോ, മാറിപ്പോയ ഫ്യൂസ് കേട്ടോ. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഫ്യൂസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. ഹൗ മെനി സെൽ ആർ ഇൻ ദി പിക്ചർ. അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ നമ്മൾ നോക്കാം. ഞാൻ ഇങ്ങനെ വെറുതെ അങ്ങനെ വരയ്ക്കണം. ഈ ചിത്രത്തിൽ എത്ര സെല്ലുകളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര സെല്ല് നമുക്ക് നോക്കാം, എണ്ണി നോക്കാം അല്ലേ. അപ്പോൾ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണെങ്കിൽ ഒരു സെല്ലായി, അടുത്തൊരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണെങ്കിൽ അടുത്തൊരു സെല്ലായി. അപ്പോൾ ഒന്നും ടോട്ടൽ 2 സെല്ലുണ്ട്. സോ 2 ഈസ് ദ റൈറ്റ് ആൻസർ. പ്രശ്നമില്ലല്ലോ? ഇല്ല. അപ്പോൾ നമ്മൾ നേരെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. എ സർക്യൂട്ട് ഡയഗ്രം ഡ്രോൺ ബൈ എ സ്റ്റുഡൻറ് ഈസ് ഗിവൺ ബിലോ. അപ്പോൾ ഒരു കുട്ടി വരച്ച സർക്യൂട്ടിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ മിസ്റ്റേക്ക് ആൻഡ് റീഡ്രോ ദ കറക്റ്റ് സർക്യൂട്ട് ഡയഗ്രം. അപ്പോൾ ഈ സർക്യൂട്ട് നോക്കിയിട്ട് നിങ്ങളോട് കറക്റ്റ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ എല്ലാവരും നോക്കുക എങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഇവിടെ നോക്കാം, ഇവിടെ സ്വിച്ച് ഓഫാണ് അല്ലേ. സ്വിച്ച് എന്താണ്? ഓഫാണ്. പക്ഷെ സ്വിച്ച് ഓഫ് ആയിട്ടും ഇവിടുത്തെ ബൾബ് പ്രകാശിക്കുന്നു. അപ്പോൾ അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. അപ്പോൾ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട്, ഈ ഒരു സർക്യൂട്ട് ഒരു ഓപ്പൺ ആക്കി വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോറി, ക്ലോസ്ഡ് ആക്കി വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആക്കി വരയ്ക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ വരയ്ക്കട്ടോ. അപ്പോൾ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ പോയി. ഓക്കെ, ആദ്യം ഒരു ബൾബ് വരയ്ക്കണം. ബൾബ് വരയ്ക്കാം. ക്ലോസ്ഡ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ബൾബ് പ്രകാശിക്കും. ഓക്കെ, യെസ്. എന്നിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യണം? യെസ്, ഈ ഒരു സ്വിച്ച് ഓൺ ആക്കണം അല്ലേ. സ്വിച്ച് ഓൺ ആയാലേ ബൾബ് പ്രകാശിക്കുള്ളൂ. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കാം. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കി എന്നിട്ടൊരു സെല്ലും കൂടെ കൊടുക്കാം. അപ്പോൾ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് സെല്ല്. അപ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ സർക്യൂട്ട് ഡയഗ്രമായി. ഇങ്ങനെ വേണം നമ്മൾ വരയ്ക്കാൻ. ഓക്കെ അല്ലേ? സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.